ഈ കൂട്ടർ, ഈ അഷ്അരികൾ, അതായത് സമസ്ത APEK വിഭാഗം, ഇവരെല്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഷ്അരികൾ എന്നാണ്. സമസ്ത APEK ഒന്നും ഹിജ്റ 400 കിതാബിൽ കാണില്ല. മറിച്ച് അശാഇറത്ത്, അഷ്അരിയത്ത്, അൽ അഷ്അരിയൂൻ എന്നൊക്കെ അവരെ കുറിച്ച് പറയുക. ആ കാലഘട്ടത്തിലേ ഉണ്ട്. ഇവർക്ക് പരമ്പരയുണ്ട്. ഇവർ പറയാറുണ്ട് നമ്മുടെ കാക്കക്കാരണവന്മാരായിട്ട് വരുന്ന അക്കീദയാണെന്ന്. ശരി തന്നെയാണ്. പണ്ട് മുതലേ പണ്ഡിതന്മാർ ഇവർക്ക് കൊടുത്ത പേര് അശാഇറത്ത് എന്നാണ്. ഇവർ ഇന്നും ആ പേരിൽ തന്നെയാണ് അഭിമാന പുരസ്കാരം അവർ സ്വന്തമായി പറയുന്നത്. നമ്മൾ അഷ്അരികളാണ്, നമ്മൾ അശാഇറകളാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. ഈ അഷ്അരികളെ കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് 2 അഭിപ്രായങ്ങളാണുള്ളത്. 2 അഭിപ്രായങ്ങൾ. ഒന്ന്, ഈ അഷ്അരികൾ കാഫിരീങ്ങളാണ്, അവർ മുസ്ലിമീങ്ങളല്ല. ഞാൻ പറയുന്നതല്ല, കിതാബിൽ നിന്ന് വായിക്കാൻ പോകുന്നതാണ്. ഈ അഷ്അരികൾ, ഈ APEK സമസ്ത വിഭാഗക്കാർ ആയിട്ടുള്ള അഷ്അരികൾ മുസ്ലിമീങ്ങളല്ല. ഇതാണ് ഒരു അഭിപ്രായം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ. 2ാമത്തെ അഭിപ്രായം, അവർ മുസ്ലിമീങ്ങളിൽ പിഴച്ച കക്ഷികളാണ്. അഷ്അരികൾ എന്ന് പറയുന്ന ഈ അഷ്അരികൾ എന്ന് പറയുമ്പോൾ ഈ കബറിപ്പോക്കൊക്കെ ഉള്ള അഷ്അരികളെ കുറിച്ചല്ല ഈ ചർച്ച. അല്ലാത്ത അവരുടെ അഖീദ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ അശാഇറത്ത്, ആ അഷ്അരിയത്ത്, അന്നത്തെ കാലത്തെ അഷ്അരിയത്ത്, ഇന്നത്തെ കാലത്തെ അഷ്അരിയത്തിന്റെ കാര്യം അന്നത്തെ ഉലമാക്കൾക്കിടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ വിധിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. അന്നത്തെ കാലത്തെ അഷ്അരിയത്ത്, അതായത് ഈ നമ്മുടെ ഈ APEK ഉസ്താദുമാരുടെ കാക്കക്കാരണവന്മാരായ ആ ഉപ്പൂപ്പമാരായ ആ അഷ്അരിയത്ത്, അവരെ കുറിച്ച് 2 അഖീദയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനുള്ളത്. ഒന്ന്, അവർ കാഫിരീങ്ങളാണ്, മുസ്ലിങ്ങളല്ല. 2, അവർ മുസ്ലിമീങ്ങളുടെ ഉള്ളിലെ പിഴച്ച കക്ഷിയാണ്. നമ്മുടെ മശായിഖുമാരൊക്കെ നമുക്ക് ഓതി തന്നതും പഠിപ്പിച്ചു തന്നതും 2ാമത്തെ അഭിപ്രായമാണ്. അതായത് അവർ മുസ്ലിമീങ്ങൾക്കുള്ളിലെ പിഴച്ച കക്ഷിയാണ് എന്നാണ് നമ്മുടെ മശായിഖുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതും. അതാണ് പിൽക്കാലക്കാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ പ്രബലമായി പ്രചാരത്തിലുള്ള അഭിപ്രായവും. എന്നാൽ 1ാമത്തെ ഒരു അഭിപ്രായവും ഉണ്ട്. ഇവർ കാഫിരീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്നൊരു അഭിപ്രായവും ഉണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് കിതാബ് ദമ്മുൽ കലാം വ അഹ്ലിഹി എന്ന കിതാബാണ്. ഈ കിതാബ് രചിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി. ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി. അദ്ദേഹം ജനിച്ചത് ഹിജ്റ, കിതാബിന്റെ മുന്നിലുണ്ട്, 392-ലാണ്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 481-ലാണ്, 396. അദ്ദേഹം വഫാത്താകുന്നത് 481-ലാണ്. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പ്? അബ്ദുൽ ഖാദിർ അൽ ജീലാനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനരാണ്. കാരണം അബ്ദുൽ ഖാദിർ അൽ ജീലാനി ജനിക്കുന്നത് ഹിജ്റ 460-ലാണ്. ഇദ്ദേഹം ജനിക്കുന്നത് 390-ലാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുമ്പ്, മുഹമ്മദ് അബ്ദുൽ വഹാബിനൊക്കെ മുമ്പ് ആ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഈ കിതാബ് ദമ്മുൽ കലാം വ അഹ്ലിഹി എന്ന കിതാബിന്റെ 5ാമത്തെ മുജല്ലദാണ് എന്റെ കയ്യിരിക്കുന്ന പ്രിന്റ്. അതിന്റെ 122-ാമത്തെ പേജിൽ 1308-ാമത്തെ ഹദീസ് നമ്പർ. وسمعت بلال بن ابي منصور المؤذن يقول سمعت عمر بن ابراهيم. ഉമർ ബിൻ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, يقول لا تحل, അനുവദനീയമല്ല, ദബാഇഹുൽ അശ്അരിയ്യ, അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല. ഈ APEK സമസ്ത ഉസ്താദുമാർ അറുത്താൽ തിന്നാൻ പാടില്ല. ഞാൻ പറഞ്ഞതല്ല. അവർ അശ്അരികളാണോ? അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല. ലിയന്നഹും, കാരണം അവർ ലൈസൂ ബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. ആർക്കും കിതാബ് പരിശോധിക്കാം, ആർക്കും ക്രോസ് റെഫറൻസ് ചെയ്യാം. ലിയന്നഹും, അവരല്ല, ലൈസൂ ബി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ല. ഈ അബൂ ഇസ്മായിൽ അൽ ഹറവി ആരാണെന്നറിയോ? സൂഫികളുടെ വലിയ ഷെയ്ഖ, വലിയ സൂഫി ഷെയ്ഖ. ഇന്നത്തെ സൂഫികളല്ല, അന്നത്തെ സൂഫികൾ. ആ സൂഫികളുടെ പേരും പറഞ്ഞാണ് ഇന്നത്തെ കള്ള സൂഫികൾ. ഞാൻ ആരെയും, കള്ളന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കൂട്ടരെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നെടുത്തൊന്നും ഈ സംസാരത്തിൽ പറയുന്നില്ല. ലിയന്നഹും ലൈസൂ ബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. വലാ ബി അഹ്ലി കിതാബ്, അവർ അഹ്ലി കിതാബുമല്ല. കാരണം അഹ്ലി കിതാബ് അർത്ഥ തിന്നാം, നസ്രാണികളും യഹൂദികളും അർത്ഥ തിന്നാം. അവർ അഹ്ലി കിതാബുമല്ല. വലാ യുസ്ബിതുന ഫിൽ അർളി കിതാബില്ല, അള്ളാഹിന്റെ കിതാബ് ഭൂമിയിൽ ഉണ്ട് എന്ന് വാദിക്കുന്നവരുമല്ല അശ്അരികൾ. തീർന്നില്ല. ഇത് അബൂ ഇസ്മായിൽ ഹറവിയ പറയുന്നത്. അതാ ഗൗരവം, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള കാര്യം. ഇനിയും കേട്ടോ. സമീഅത്ത്, ഈ കിതാബിന്റെ 103-ാമത്തെ പേജ്, 1286 നമ്പർ ഹദീസ്. സമീഅത്ത് അഹ്മദ് ഇബ്നു ഹംസ يقول لما اشتد الحجران بين النهاوندي وبالفوارس سألوا أبا عبد الله الدينوري. ഇമാം നഹാവന്ദി റഹ്മഹുല്ലാഹ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ഇക്കൂട്ടരുടെ ഒരു കാക്കക്കാരണന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഫവാരിസ് അശ്അരിയ. ഈ 2 മഹാൻ, ഈ നഹാവന്ദി എന്ന് പറയുന്ന മഹാനവർകൾ, ഈ അബുൽ ഫവാരിസ് എന്ന് പറയുന്ന അശ്അരി, നമ്മുടെ APEK അവരുടെയൊക്കെ കാക്കക്കാരണന്മാരിൽപ്പെട്ട ഒരാള്. ഒരു പരമ്പര പറയുമല്ലോ, ആ പരമ്പരയിൽപ്പെട്ട ഒരാളുമായി ഈ നഹാവന്ദി ഇമാം അദ്ദേഹത്തിനെ പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ചു. അങ്ങനെ പ്രശ്നം കഠിനമായപ്പോൾ സഅലു അബാ അബ്ദുല്ല അദ്ദൈനവരി, ദൈനവരിയോട്
ഇമാമിങ്ങളെല്ലാം അന്നാട്ടിലെ ജനങ്ങളെല്ലാം അദ്ദൈനവരി എന്ന് പറയുന്ന ഇമാമിന്റെ അടുക്കലേക്ക് പോയി. നേരത്തെ ഈ നഹാവന്തി എന്താണ് റഹിമഹുല്ലാഹു തആല എന്താണ് പറഞ്ഞതെന്നറിയുമോ? അത് 1285 നമ്പർ ഹദീസിലുണ്ട്. വസമിഅതു അഹ്മദ് ബിൻ ഹംസ വഅബ അലീൻ അൽ ഹദ്ദാദ് യഖൂലാനി വജദ്നാ അബൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് നഹാവന്തി അൽ ഇമാം നഹാവന്തി റഹിമഹുല്ലാഹു തആല അലൽ ഇൻകാരി അല അഹ്ലിൽ കലാം, അഹ്ലുൽ കലാമിനെ ഇൻകാർ ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ ഉസ്താദുമാർ ഒക്കെ അഹ്ലുൽ കലാമിന്റെ ആളുകളാണ്. തക്ഫീരിൽ അശ്അരിയ്യ, അശ്അരികളെ തക്ഫീർ ചെയ്യുമായിരുന്നു. നഹാവന്തി ഇമാം ഞങ്ങളുടെ വഹാബികളായ ഹിജ്റ 200-ൽ 300-ൽ ജീവിച്ചിരുന്ന അന്നുള്ള ഒരു വഹാബി ഇമാമ് അശ്അരികളെ തക്ഫീർ ചെയ്തിരുന്നു, അശ്അരികളെ കാഫിറാക്കിയിരുന്നു. വഹാബി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. നിങ്ങൾ വഹാബികൾ എന്നാണല്ലോ അഹ്ലുസുന്നയെ വിളിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അന്ന് വഹാബിയത്തൊന്നും ഇല്ല. നിങ്ങൾ പറയുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബൊക്കെ ഹിജ്റ 1200-കളിലാണല്ലോ റഹിമഹുല്ലാ. അപ്പോൾ എന്ത്, നഹാവന്തി ഇമാമ് അശ്അരികളെ തക്ഫീർ ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രശ്നം അന്നുള്ള വലിയ ഇമാമായ അബ്ദുള്ള അദ്ദൈനവരി റഹ്മത്തുള്ളാഹി തആല അടുക്കൽ പോയി ജനങ്ങൾ അവതരിപ്പിച്ചു. ഇതേപോലെ ഇമാമൻ നഹാവന്തി അശ്അരികളെ കാഫിറാക്കുന്നുണ്ട്, ഈ സമസ്ത APEK വിഭാഗത്തിന്റെ ആൾക്കാരെ കാഫിറാക്കുന്നുണ്ട്, പരാതി പറഞ്ഞു. അപ്പോൾ എന്താ ഇമാം അദ്ദൈനവരി പറഞ്ഞതെന്നറിയുമോ? ലഖീതു അൽഫ ശൈഖിൻ അലാ മാ അലൈഹി നഹാവന്തി. നഹാവന്തിയുടെ അതേ അഭിപ്രായമുള്ള, അതായത് അശ്അരികൾ കാഫിറുകളാണെന്ന അഭിപ്രായമുള്ള 1000 പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹിജ്റ 300-ൽ ജീവിച്ചിരുന്ന 1000 പണ്ഡിതന്മാർ, ഒന്നല്ല രണ്ടല്ല 100 അല്ല 500 അല്ല 1000 പണ്ഡിതന്മാർ ഈ സമസ്ത APEK വിഭാഗക്കാർ കാഫിരീങ്ങൾ ഫത്വ കൊടുത്തിരുന്നു, കാഫിരീങ്ങളാണെന്ന് ഫത്വ കൊടുത്തിരുന്നു.